നമസ്തേ, आप सभी को हमारे ചാനൽ पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഭക്തികാലത്തിലെ രാമഭക്തി ശാഖയാണ് പറയുന്നത്. അപ്പോൾ ഭക്തികാലത്തെ രണ്ടായി തിരിച്ചിട്ടുണ്ട്: സഗുൺ ഭക്തിധാരി, നിർഗുൺ ഭക്തിധാരി. അതിൽ സഗുൺ ഭക്തിധാരയിൽ വരുന്ന രണ്ട് ഡിവിഷൻസാണ് രാമഭക്തി ശാഖയും കൃഷ്ണഭക്തി ശാഖയും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാമഭക്തി ശാഖയാണ്. അപ്പോൾ രാമഭക്തി ശാഖയിലെ കവിമാരായിട്ട് വരുന്നത് തുളസീദാസ്, അഗ്രദാസ്, നാഭാദാസ്. ഇവർ മൂന്ന് പേരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ തുളസീദാസ്, അഗ്രദാസ്, നാഭാദാസ്. ആരൊക്കെയാണ് രാമഭക്ത കവി? തുളസീദാസ്, അഗ്രദാസ്, നാഭാദാസ്. രാമഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? इस शाखा में राम के जीवन चरित्र को आधार बनाया गया तथा इसके माध्यम से समाज को आदर्श मूल्यों, स्वस्थ गुणों, सामाजिक एवं पारिवारिक मूल्यों की शिक्षा देने का प्रयत्न किया. അപ്പോൾ അവർ ആദർശ ദൈവമായി അവർ ആരാധിക്കുന്നത് രാമനെയാണ്, അല്ലേ? രാമൻ്റെ ജീവചരിത്രമാണ് അവരും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാമനാണ് ആദർശ പുരുഷനായിട്ട് അവർ കണക്കാക്കുന്നത്. അത് അവരുടെ ദൈവമായിട്ട്, ഇഷ്ടദൈവമായിട്ട് അവർ ആരാധിക്കുന്നതും രാമനെയാണ്. അതുകൊണ്ടാണ് രാമഭക്തി ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന കവിമാർ നമ്മൾ പറഞ്ഞു: തുളസീദാസ്, അഗ്രദാസ്, നാഭാദാസ്. ഇവരാണ് രാമഭക്തി ശാഖയിലെ പ്രമുഖരായിട്ടുള്ള കവിമാർ. പിന്നെ തുളസീദാസിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഭക്തികാലം എന്ന് പറയുമ്പോൾ രാമഭക്തിയിൽ വളരെ ഇമ്പോർട്ടൻ്റുള്ള, നമ്മൾ സൂർദാസിനെ പറയുന്നത് പോലെ തന്നെ അത്രക്കും ഫേമസ് ആയ ഒരു കവിയാണ് തുളസീദാസ്. അപ്പോൾ തുളസീദാസിൻ്റെ അധിക രചനകളും എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പറയാം. 13 ഗ്രന്ഥങ്ങളാണ് തുളസീദാസിൻ്റെ രചനകളായിട്ട് വരുന്നത്. ഇത് 13 നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ദോഹാവലി, കവിതാവലി, ഗീതാവലി, കൃഷ്ണഗീതാവലി, വിനയ് പത്രിക, രാംലല നഹ്ചു, പാർവതി മംഗൾ, ജാനകി മംഗൾ, വൈരാഗ്യ സന്ദീപനി, ബർവേ രാമായൺ, രാമായണ പ്രശ്നാവലി, ഹനുമാൻ ബാഹുക്, രാംചരിതമാനസ്. ഇത്രയും ഈ 13 രചനകളും നമ്മൾ പഠിച്ചു വെക്കണം. ദോഹാവലി, കവിതാവലി, ഗീതാവലി, കൃഷ്ണഗീതാവലി. അപ്പോൾ മാറിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. ഒരുപാട് വലികളും പിന്നെ മംഗളം അങ്ങനെ എൻഡിങ്ങൊക്കെ ചെയ്യുന്ന നിങ്ങൾ കോഡിലൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഡിലൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. രാംചരിത മനസ്സും വിനയപത്രികയും എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? പിന്നെ വരുന്നത് അഗ്രദാസാണ്. അഗ്രദാസിൻ്റെ 4 രചനകൾ നമ്മൾ പഠിച്ചു വെക്കണം: ധ്യാൻ മഞ്ജരി, രാം ധ്യാൻ മഞ്ജരി, രാമാഷ്ടയാം, ഹിതോപദേശ്, ഉപഖാണാം, ഭാവനി. ഇത്രയും 4 രചനകൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ നാഭാദാസിൻ്റെത് രാമാഷ്ടയാം, ഭക്തമാൻ, രാംചരിത് സംഗ്രഹ എന്നിങ്ങനെ 3 രചനകളാണ് നാഭാദാസിൻ്റെത് വരുന്നത്. അപ്പോൾ നാഭാദാസ് എന്ന് പറയുന്നത് അഗ്രദാസിൻ്റെ ശിഷ്യനാണ് കേട്ടോ. ബഡേ ഭക്ത ഓർ സാധു സേവി ഥേ. ബഡേ ഭക്താണ്, പിന്നെന്താണ്? സാധു സേവിയാണ്. സാധു എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസി, അല്ലേ? സന്യാസിയാണ് സാധു. അപ്പോൾ സന്യാസിമാരെ സേവിക്കുന്നവർ കൂടിയാണ് നാഭാദാസ്. അപ്പോൾ നാഭാദാസിൻ്റെ 3 രചനകൾ രാമാഷ്ടയം, ഭക്തമാൻ, രാംചരിത സംഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് രാമഭക്തി ശാഖയാണ്. രാമഭക്തി ശാഖയിലെ കവി എന്ന് പറയുന്നത് തുളസീദാസ്, അഗ്രദാസ്, നാഭാദാസ്. ഇവരുടെ രചനകൾ തുളസീദാസിൻ്റെ 13 രചനകൾ ദോഹാവലി, കവിതാവലി, ഗീതാവലി, കൃഷ്ണഗീതാവലി, വിനയ് പത്രിക, രാംലല നഹ്ചു, പാർവതി മംഗൾ, ജാനകി മംഗൾ, വൈരാഗ്യ സന്ദീപനി, ബർവേ രാമായൺ, രാമായണ പ്രശ്നാവലി, ഹനുമാൻ ബാഹുക്, രാംചരിതമാനസ്. പിന്നെ അഗ്രദാസിൻ്റെ രചനകൾ 4 പറഞ്ഞത്: ധ്യാൻ മഞ്ജരി, രാം ധ്യാൻ മഞ്ജരി, രാമാഷ്ടയാം, ഹിതോപദേശ്, ഉപഖാണാം, ഭാവനി. അതേപോലെ നാഭാദാസിൻ്റെ 3 രചനകളാണ് രാമാഷ്ടയാം, ഭക്തമാൻ, രാംചരിത് സംഗ്രഹ് എന്നിങ്ങനെ 3 രചനകളാണ് നാഭാദാസിൻ്റെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ കൃഷ്ണഭക്തി ശാഖയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.